ദൈവമേ ദൈവമേ നിൻ മഹാസ്നേഹത്തിൻ ഓർമ്മയുണരുമ്പോൾ ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ. ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച് അങ്ങനെ ഇരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ ഒത്തിരി ദൈവസ്നേഹത്തിന്റെ വചനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒത്തിരി വചനങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാകാം. ധ്യാനം കൊടുക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഒക്കെ ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എപ്പോഴെങ്കിലും തനിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഈ ദൈവം എന്നെ സ്നേഹിച്ചതിന്റെ ഓർമ്മകൾ, സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ നമ്മുടെ കണ്ണുകളിൽ നനയിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലൊക്കെ മരണത്തിന് വഴി വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠനത്തിനായിട്ടൊക്കെ വിദൂര സ്ഥലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ജോലിക്കായിട്ട് വിദൂര സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ, അവരോടൊന്നിച്ചായിരുന്ന സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ച അവരുടെ ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ ധനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയും. നമ്മുടെ ഹൃദയം മാത്രമാണ് കണ്ണുകൾ ഏറുന്നത്. അതെന്താണ്? സ്നേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ വികാരം ഒഴിക്കും, നമ്മുടെ കണ്ണുകൾ ഈറനടിക്കും. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ മറ്റാരെക്കാളും ഉപരിയായി സ്നേഹിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ദൈവത്തെ, ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കൽ പോലും നമ്മുടെ കണ്ണുകളെ നിറയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ രാത്രി മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവമായിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും തലോടി പ്രചോദിപ്പിച്ചുകൊണ്ടാണ്. ഏതാനും നിമിഷത്തേക്ക് ഈ അന്തരീക്ഷത്തിലെ ജീവവായു നമ്മൾ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു എന്ത് സംഭവിക്കും? ഏത് പ്രായത്തിലുള്ളവരും എത്ര അറിവുള്ളവരും എത്ര ശക്തന്മാരും ആയിരുന്നാലും നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ കിടന്ന് പിടഞ്ഞ് നമ്മൾ മരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ വായു, ഓക്സിജൻ എന്റെ ജീവനെ പിടിച്ചു നിർത്തുന്നത് പോലെ തന്നെയാണ് ഓരോ മനുഷ്യ വ്യക്തിയെയും തലോടി പ്രചോദിപ്പിച്ചു നിൽക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹമുണ്ട് നമ്മുടെ ചുറ്റും. ആ സ്നേഹത്തിന്റെ അഭാവത്തിൽ നമുക്ക് ജീവിക്കാനാവില്ല. ആ സ്നേഹത്തിന്റെ അഭാവത്തിൽ ജീവിതം ദുഷ്കരമാണ്, ജീവിതം പിടയമാകും, മനസ്സുകൾ അസ്വസ്ഥമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം നമ്മളെ ഓരോ
അതോ എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ധ്യാനങ്ങൾ ലഭിച്ചിട്ടും ഇനിയും ഞാൻ ഉപേക്ഷിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന പാപത്തിന്റെ ദുസ്വാധീനങ്ങൾ കൊണ്ട് ആ പിതാവിന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നുണ്ടാവുമ്പോൾ ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തെ ശ്രദ്ധിച്ച, നമ്മളെ ശ്രദ്ധിച്ച പിതാവായ ദൈവം സന്തോഷിക്കുന്നുണ്ടാവുമോ? ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ഈശോ പറഞ്ഞു, അനുദമിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. സ്വർഗം സന്തോഷിക്കുന്നത് ഭാവി അനുദമിക്കുമ്പോഴാണ്. ഈ സന്തോഷമാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവം ലക്ഷ്യമിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അനുതാപം, മാനസാന്തരം, വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണം കൊണ്ട് സന്തോഷിക്കുവാനായി കാത്തിരിക്കുന്ന സ്വർഗം പിതാവായ ദൈവം. ഇന്ന് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായി? ഈ ലോക തിന്മകൾ കണ്ട് പിതാവ് വേദനയുണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ. ആ പിതാവിന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാവുന്നുണ്ടാവുകയില്ല. ഈ വേദന നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുഃഖം കൊണ്ട് നടക്കുകയാണെങ്കിൽ മുഖത്തേക്ക് നോക്കി സ്നേഹമുള്ള മക്കൾ ചോദിക്കും, അമ്മയ്ക്ക് എന്ത് പറ്റി? അപ്പൻ എന്ത് പറ്റി? ഇന്നത്തെ പോലെ നല്ലല്ലോ, അപ്പന്റെ സംസാരത്തിലും ഇടപെടലെല്ലാം എന്തൊരു മാറ്റമുണ്ടല്ലോ, അപ്പൻ എന്തൊരു വിഷമം. സ്നേഹമുള്ള മക്കൾ അപ്പന്റെ അമ്മയുടെ ഹൃദയത്തിലെ ദുഃഖം മുഖത്തുനിന്ന് വായിച്ചറിയും. പ്രിയപ്പെട്ടവരുടെ പിതാവ്, നമ്മളെന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയ അപ്പൻ പിതാവ്, ദൈവമായ പിതാവ്. ഈ പിതാവായ ദൈവം നമ്മുടെയും ഈ ലോകത്തിലെയും മനുഷ്യരെയും പാപപ്രവൃത്തികൾ കൊണ്ട് വേദനിക്കുന്നത് കണ്ടിട്ട് നമുക്ക് എന്തുകൊണ്ട് വേദന ഉണ്ടാകുന്നില്ല? ആ വേദന, അപ്പന്റെ വേദന നമ്മൾ തിരിച്ചറിയുന്നില്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോട് നിന്ന് വ്യക്തിപരമായി ചോദിക്കുകയാണ്, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ എന്റെ അപ്പനാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഒരുപക്ഷെ നമ്മൾ ചോദിക്കുമായിരിക്കാം, ബഹുമാനമില്ലാഞ്ഞിട്ടാണ് പള്ളിയിറങ്ങിയ സമയത്ത് നോക്കിയിരിക്കുന്നത്, ബഹുമാനമില്ലാഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, ബഹുമാനമില്ലാഞ്ഞിട്ടാണ് ധ്യാനത്തിൽ പോകുന്നത്, ബഹുമാനമില്ലാഞ്ഞിട്ടാണ് തിരുനാളുകൾ ഉണ്ടാകുന്നത്, ബഹുമാനമില്ലാഞ്ഞിട്ടാണ് സന്ധ്യയ്ക്ക് പരിശോധിക്കാൻ മുട്ടുകൊടുക്കുന്നത് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനം കൊണ്ടാകണം യാതൊരു ബന്ധവുമില്ല. ബഹുമാനം കൊണ്ടാകുന്ന യാതൊരു നിർബന്ധവുമില്ല. ഈ ദേവാലയത്തിലേക്കും നമ്മുടെ ആത്മീയ ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ കച്ചവടപ്പീടികയിലേക്ക് പോകും. കച്ചവടപ്പീടികയിൽ പോയി ക്ഷമയോടെ കണക്കിൽ ക്യൂ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകും. കച്ചവടപ്പീടികയിൽ പോകുന്നതും കച്ചവടക്കാരന്റെ മുന്നിൽ നിൽക്കുന്നതും കച്ചവടക്കാരനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് എന്റെ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചാൽ നമുക്കറിയാം, ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന ഈ മദ്യം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബീവറേജ് ആ വിൽപ്പനക്കാരനോടുള്ള സ്നേഹമൊന്നുമല്ല, അവന്റെ ആഗ്രഹം സാധിക്കാനുള്ള വില കൊടുക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുന്നുണ്ട്. അവിടെ തന്നോടുള്ള സ്നേഹമാണോ
ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം എപ്രകാരമുള്ളതാണ്? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അപ്പന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിതാവിന്റെ ഹൃദയത്തിന്റെ ഭാവങ്ങൾ തിരിച്ചറിയും. പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ദൈവത്തിന്റെ തിരുമുമ്പിലിരിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നോടുള്ള സ്നേഹം, എന്നെക്കുറിച്ചുള്ള ദൈവത്വം, ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെട്ട് കിട്ടും, വെളിപ്പെടുത്തപ്പെടും. ജീവിതം രൂപാന്തരപ്പെടും. ഓരോ വിശുദ്ധ പ്രമാണികളും ഓരോ സന്ധ്യാപ്രാർത്ഥനകളും ഓരോ ജപമാല പ്രാർത്ഥനകളും ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുന്ന അവസരമായി മാറും. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം തിരിച്ചറിയുന്നതോടും പിതാവായ ദൈവവുമായി നമ്മളെ അടുപ്പിക്കാനാണ് സഭയിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, തിരുനാളുകളും, ധ്യാനങ്ങളും, നവയനങ്ങളും, എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും ദൈവപിതാവിന്റെ ഹൃദയത്തോട് നമ്മളെ അടുപ്പിക്കാനാണ്. ഹൃദയത്തോട് അടുക്കുമ്പോൾ അവിടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും, അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ, സൗഖ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ നമ്മൾ പരിശോധിക്കുന്നില്ല ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമാണോ ഈ ഇരിപ്പിന് പിന്നിൽ, ഈ ഓട്ടത്തിന് പിന്നിൽ, ഈ വ്യക്തികൾക്ക് പിന്നിൽ, ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്ക് പിന്നിൽ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ആത്മീയത സ്നേഹത്തിന്റെ പ്രകടനമായി മാറാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വശത്ത് തിരുനാളുകൾ, പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ എല്ലാം പൊടിപിടിക്കുമ്പോൾ മറുവശത്ത് തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം അറിവല്ല തിന്മയെ നീക്കുന്നത്, അറിവല്ല ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത്, മറിച്ച് സ്നേഹം. അമ്മ ഒരു കാര്യം പറയുമ്പോൾ കുട്ടികൾ അനുസരിക്കുന്നത് എപ്പോഴാണ്? അമ്മയുടെ നല്ല സ്നേഹത്തിലിരിക്കുമ്പോഴല്ലേ? ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അനുസരിക്കാറുണ്ടോ? ഇല്ല, വാശി പിടിച്ച് മസിൽ പിടിച്ചിരിക്കും. ദൈവത്തോട് മസിൽ പിടിക്കുന്നതിന് കാരണം ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ വളരാത്തതാണ്. കൽപ്പനകൾ ദുഷ്കരമായി തോന്നുന്നത്, ദൈവവചനങ്ങൾ കഠിനമായി തോന്നുന്നത് ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കാത്തതാണ്. എന്ത് ഈ പ്രായം വരെ പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കാത്തത്, വിശുദ്ധി വർദ്ധിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, സ്നേഹം വർദ്ധിക്കാത്തതുകൊണ്ടാണ് വിശുദ്ധി വർദ്ധിക്കാത്തത്. അമ്മയോട് എനിക്ക് ഒത്തിരി സ്നേഹമാണെങ്കിൽ അമ്മ ഒന്ന് കുഞ്ഞായി ചെറുതായിട്ടൊന്ന് വേദനിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ലേ? അമ്മയുടെ കണ്ണെന്ന് പറയുന്നത് ഒട്ട നഷ്ടപ്പെടും. ഒട്ട നഷ്ടപ്പെടും. സ്നേഹമാണ് അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ എനിക്ക് പ്രേരകമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം എന്റെ പാപങ്ങളെ വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടാകുന്നത് ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോഴാണ്. മര്യാദയിൽ അലക്സാണ്ടറിന്റെ കുത്തേക്ക് മരിച്ചത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ വേദനിച്ചാൽ ദൈവം വേദനിക്കും. പ്രിയപ്പെട്ടവര്, വിശുദ്ധരൊക്കെ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും തലകീഴായി വിശുദ്ധപ്പെട്ടപ്പോഴും ഈ ബന്ധങ്ങളായി മാറ്റിയപ്പോഴും ഇന്ന് അയസ്ത്രീകരന്മാരാൽ ക്രിസ്ത്യാനികളുടെ തലകളപ്പെടുമ്പോഴും അവരുടെ കത്തി നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ചോരയുണ്ട്. ആ സ്നേഹത്തിന്റെ ചോരകൾ അവരെ പോലും മറന്ന് വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവർക്ക് ശക്തി നൽകുന്നു, ചൂട് നൽകുന്നു, പ്രേരണ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയാത്ത മക്കളാണ്. അപ്പന്റെ ഹൃദയത്തിലെ നൊമ്പരം മനസ്സിലാക്കാത്ത മക്കൾ ശരിക്കും മക്കളാണോ? അമ്മയുടെ ഹൃദയത്തിലെ നൊമ്പരം മനസ്സിലാക്കുന്നില്ല. അമ്മ കിടക്കാനും മക്കൾക്ക് ഒരു കോഴ്സിലില്ല. മക്കൾ ആത്മരസിച്ച് സന്തോഷിക്കുന്നു, വീഡിയോ ഗെയിം കളിക്കുന്നു, കമ്പ്യൂട്ടർ കാണുന്നു, സിനിമ കണ്ട് ആനന്ദിക്കുന്നു, നല്ല ഭക്ഷണം കഴിച്ച് ആനന്ദിക്കുന്നു. അമ്മ കിടന്ന് കരയുകയാണ്. മക്കൾക്ക് ഒരു കോഴ്സിലില്ല. എന്തു മക്കളാണത്? അവരെ മക്കളെന്ന് വിളിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിലെയും ഈ ലോകത്തിലെ തിന്മകളുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഹൃദയം തകരുമ്പോൾ ആ വേദന അല്പം പോലെ
എന്റെ ജീവിതത്തിൽ ആ ഉടമ്പടി എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതോ അശ്രദ്ധമായി പോയിട്ടുണ്ടോ? ഞാൻ ദൈവമകനാണോ? മകളായിട്ട് ഈ പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ, ഈ പിതാവായ ദൈവത്തിന്റെ ഹൃദയഭാവം തിരിച്ചറിയാൻ, ഈ പിതാവായ ദൈവത്തിന്റെ നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ട മകനെ യാത്ര സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. തെറ്റുകൾ പറ്റിയിട്ടുള്ള ദൈവമേ, ഞാൻ പലപ്പോഴും നിന്നെ സമീപിക്കുന്നത് ഒരു കച്ചവട പീടികയിൽ സാധനം വാങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് മൈൻഡ്, ഒരു കച്ചവട മനസ്ഥിതി, കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു സന്ദർശനം അതായി മാറിയിട്ടുള്ള ദൈവമേ. ദൈവമേ ദൈവമേ, ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ. നിന്നോട് ഒരു സ്നേഹം എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ചൊല്ലിക്കണം.